വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ജാവയുടെ ക്ലാസ്സും ഒബ്ജക്റ്റും എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ക്ലാസ്സും ഒബ്ജക്റ്റും വെച്ചിട്ടാണ് നമ്മളെല്ലാം എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഒരു ചെറിയൊരു പ്രോഗ്രാമിൽ ചെയ്തിട്ട് എങ്ങനെയാണത് കോൾ ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഇൻവോക്ക് ചെയ്യുന്നതെന്നൂടെ നോക്കാം. അപ്പോൾ ബൈ ഡെഫിനിഷൻ ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ബ്ലൂ പ്രിൻറ്റ് ഓർ എ പ്രോട്ടോടൈപ്പ് from which objects are created. It represents the set of properties or methods that are common to all objects of one type. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് എന്നാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് ടെംപ്ലേറ്റ്സ് ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ് വിച്ച് ക്യാൻ ബൈൻഡ് കോഡ് ആൻഡ് ഡേറ്റ. ഈ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് റിയൽ വേൾഡിലുള്ള ഒരു ഐറ്റത്തിനെ നമ്മൾ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി. എക്സാമ്പിളായിട്ട് നമുക്കൊരു സ്മാർട്ട് ഫോൺ എടുക്കാം. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ഓരോന്നിനും സൈസ്, കളർ ഇതൊക്കെ വ്യത്യാസമായിരിക്കും. പക്ഷേ ഒരു ഫോണെന്ന് പറഞ്ഞ ഐറ്റത്തിന് കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. എന്തിനാണ് ഫോൺ യൂസ് ചെയ്യുന്നതെന്നുള്ള ഒരു ഫംഗ്ഷനുണ്ട്. ഫോൺ വെച്ച് നമുക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ളൊരു ക്ലാസ് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് കോൾ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് മെമ്മറി സൈസ്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആയിരിക്കും വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സിനെയൊക്കെ നമ്മൾ എങ്ങനെ എഴുതും? മെത്തേഡ്സായിട്ട് എഴുതും. അപ്പോൾ എങ്ങനെയാണ് ഇത് ലൈഫ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റ് ഡേറ്റാസ് പാസ് ചെയ്ത് കൊടുക്കും, വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഓരോ ഒബ്ജക്റ്റായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് സ്മാർട്ട് ഫോൺസിന് നമുക്ക് കിട്ടും. അങ്ങനെ അതാണ് ഒരു ഒബ്ജക്റ്റ് എന്നുള്ളതിൻ്റെ വ്യത്യാസം. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റായിട്ട് നമുക്ക് ഐഫോൺ എന്ന് പറയാം, സാംസങ്ങിൻ്റെ ഫോണ്, അങ്ങനെ ഡിഫറെൻറ്റ് ഫോൺസ് കിട്ടുന്നതാണ് നമ്മൾ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിന് അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം? ഒബ്ജക്റ്റ് ഇൻ ജാവ ഈസ് ദ ഫിസിക്കൽ ആസ് വെൽ ആസ് ലോജിക്കൽ എൻറ്റിറ്റി. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ എൻറ്റിറ്റി മാത്രമാണ്. പക്ഷെ അതിന് ലൈഫ് കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ വാല്യൂ കൊടുക്കുമ്പോഴാണ് അതിന് ലൈഫ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? സ്റ്റേറ്റ് ഉണ്ട്, ബിഹേവിയർ ഉണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് ദ ഡേറ്റ വാല്യൂ ഓഫ് ആൻ ഒബ്ജക്റ്റ്. വാല്യൂ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബിഹേവിയർ എന്ന് പറയുന്നത് ഫങ്ഷണാലിറ്റിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ബാങ്ക് ആണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു, ബാങ്കിങ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിന് തന്നെ ഒരുപാട് ഒബ്ജക്ട്സിനെ ഇൻവോക്ക് ചെയ്യും, ഒരുപാട് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് JVM തന്നെ ഒരു യുണീക്ക് ID പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഐഡൻറ്റിറ്റിയും ഉണ്ട്. പക്ഷേ ഇത് വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ് എപ്പോഴും ഒറ്റ തവണയേ ചെയ്യുള്ളൂ. ഒബ്ജക്ട്സ് ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് നമുക്ക് ആ ക്ലാസ് ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഇത് മനസ്സിലാക്കിയെടുക്കാൻ. ബേർഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ്. അപ്പോൾ ബേർഡ്സ് എന്ന് പറയുമ്പോൾ കുറേ ബേർഡ്സ്, പല ടൈപ്പ് ഓഫ് ബേർഡ്സ് ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാ ബേർഡ്സിനും കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഡോഗ്സ്, അങ്ങനെ എങ്ങനെയാണ് പെന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെൻസ് ഉണ്ടാവും. പക്ഷേ എഴുതുക കോമൺ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ ആണ് നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ നമുക്ക് ഒബ്ജക്ട്സിനെയും ക്ലാസ്സിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ മനസ്സിലാക്കാം. അടുത്ത് നോക്കാം, ഇത് മെയിനായിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഓഫ് ക്ലാസ് ആണ്. ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ റിയൽ വേൾഡ് എൻറ്റിറ്റി സച്ച് ആസ് ചെയർ, പെന്ന്, ടേബിൾ, ലാപ്ടോപ്പ് എക്സെട്ര. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ ഒബ്ജക്ട്സ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോജിക്കൽ എൻറ്റിറ്റിയാണ്. ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് മെനി ടൈം ആസ് പെർ റിക്വയർമെൻറ്റ്. നമുക്കൊരു ക്ലാസ്സിൻ്റെ ഒരുപാട് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ക്ലാസ് ഈസ് ഡിക്ലെയർ ഓൺലി വൺസ്. ക്ലാസ് എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ന്യൂ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിന് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ്? ക്ലാസ് എന്നുള്ള കീവേഡ് വെച്ചിട്ട്. പക്ഷേ നമുക്ക് ഒബ്ജക്റ്റ് ന്യൂ എന്നുള്ള കീവേഡ് വെച്ചിട്ട് പറ്റും. അതുപോലെ ന്യൂ എന്നുള്ള കീവേഡ് വെച്ചിട്ട് പറ്റും. അതുപോലെ ന്യൂ ഇൻസ്റ്റൻറ്റ് മെത്തേഡ് വെച്ചിട്ട്, ക്ലോൺ മെത്തേഡ് വെച്ചിട്ടും ഒക്കെ നമുക്ക് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സാമ്പിൾ, ഇതിപ്പോൾ ഞാനൊരു കാർ എന്നുള്ള ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ കാറിന് ഡിഫറെൻറ്റ് ഇയറിൽ അത്
ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ, ഏതാണ് മോഡൽ എന്നൊക്കെ ഉള്ളതാണ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ കളറ്, ഇതൊക്കെ ആണെങ്കിൽ നമ്മളതിന് വാല്യൂസ് കൊടുക്കുമ്പോഴാണ് അത് റിയൽ വേൾഡ് അതൊരു ഫിസിക്കൽ ഐറ്റമായിട്ട് മാറുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് കളറ്, ഡിഫറെൻറ്റ് കമ്പനി, അതാണ് ഓരോ ഐറ്റമായിട്ട് വരുന്നത്. അതാണ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു പ്രോഗ്രാം എക്ലിപ്സിനകത്ത് നമുക്ക് പ്രോഗ്രാം എക്ലിപ്സ് എന്നുള്ള ഐഡിയ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് ജാവ പ്രോഗ്രാം എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം ന്യൂ എടുക്കുക. ന്യൂ എടുത്തിട്ട് ജാവ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ജാവ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ പ്രോജക്റ്റിൻ്റെ നെയിം ആദ്യം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ test2 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് നെയിം കൊടുത്ത് ഫിനിഷ് ചെയ്തു. ഈ test2ൻ്റെ അകത്ത് നമുക്ക് ജെആർഇയുടെ സിസ്റ്റം ലൈബ്രറി ഏതാണ് ലോഡ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. SR എന്ന് വെച്ചാൽ സോഴ്സ് ഫയൽ, ഇവിടെയാണ് നമ്മളുടെ എല്ലാ ക്ലാസ് ഫയൽസും ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പുതിയൊരു എൻ്റെ ക്ലാസ് ഫയൽസിനെ എല്ലാം കൂടെ ഒരു പാക്കേജായിട്ടാണ് ഇടുന്നത്. പാക്കേജ് ഒരു ഫോൾഡർ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പുതിയ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എക്സാമ്പിൾ, എൻ്റെ പാക്കേജിൻ്റെ പേര് example1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ പാക്കേജിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ ക്ലാസ് ഫയൽസ് എല്ലാം കൂടെ ലോഡ് ചെയ്യുന്നത്. അതിൽ ഞാൻ പുതിയൊരു ക്ലാസ് എഴുതുകയാണ്. എൻ്റെ ക്ലാസ്സിൻ്റെ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട്. ഈ സ്റ്റാർട്ട് എന്നുള്ള ക്ലാസ് ഞാൻ ഉപയോഗിക്കുന്നത് മെയിൻ ഫംഗ്ഷൻ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് എന്നുള്ള ക്ലാസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഞാൻ വേറൊരു ക്ലാസ്സും കൂടെ എഴുതി. എന്തിനാണ്? ഫോൺ, നമ്മളുടെ ഫോണ് റിങ് എന്ന സ്മാർട്ട് ഫോണിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഫോൺ എന്നുള്ള ഒരു ജാവ ക്ലാസ്സും കൂടെ ഞാൻ എഴുതി. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് എന്നുള്ള java.start എന്ന് പറഞ്ഞ ഇതിനകത്ത് നിന്നാണ് നമ്മളുടെ മെയിൻ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനും ഞാനിപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്നുകൊണ്ട് ഞാൻ മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുവാണ്. ഫോൺ എന്നുള്ള ക്ലാസ്സാണിത്. ഇത്രയും ചെയ്തിട്ട് ഫോൺ എന്നുള്ള ക്ലാസ്സിനകത്ത് എനിക്ക് 2 ഫംഗ്ഷനാണുള്ളത്. ഒന്ന് റിങ് എന്ന് പറയുന്നതും ഇതിപ്പോൾ ഞാൻ ഫംഗ്ഷൻ ഓവർലോഡിങ് ആയതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് സെയിം നെയിമിലുള്ള മെത്തേഡ്സിനെ എഴുതി വെച്ചേക്കുന്നത്. ഓവർലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റിങ് എന്നുള്ളത് ഒരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതിനകത്ത് ഫോൺ റിങ്ങിങ് എന്നുള്ള ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ഫോൺ എന്നുള്ള ക്ലാസ്സിൽ ഞാൻ എവിടെ കോൾ ചെയ്തേക്കുന്നത്? സ്റ്റാർട്ട് എന്നുള്ള ഈ പ്രോഗ്രാമിൽ വന്നിട്ട് ഫോൺ എന്നുള്ള ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞില്ല, ന്യൂ എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഫോൺ എന്നുള്ള ക്ലാസ് object1 = ന്യൂ ഫോൺ എന്നുള്ള ആ ഒരു ലൈൻ ഓഫ് കോഡ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അവിടെ നമുക്ക് ഏത് ഫോൺ എന്നുള്ള ക്ലാസ്സിനകത്ത് എന്തോ ആയിരുന്നു ഉള്ളത്? റിങ് എന്നുള്ള ഒരു ഫംഗ്ഷനായിരുന്നു ഉള്ളത്. അവിടെ ഞാൻ റിങ് എന്ന് കോൾ ചെയ്യുമ്പോൾ എന്താണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്? റിങ് എന്നുള്ള ഫംഗ്ഷൻ, റിങ്ങിനകത്ത് നമ്മൾ ഫോൺ റിങ്ങിങ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് നോക്കിയേ, ഔട്ട്പുട്ട് ഫോൺ റിങ്ങിങ്ങും ശില്പയെന്ന് വന്നിരുന്ന കാര്യം ഞാനിവിടെ സെയിം നെയിം യൂസ് ചെയ്ത് 2 എണ്ണം വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ഒരു പാരാമീറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡേറ്റ ടൈപ്പ് ഡിഫറെൻ്റായി കൊടുത്തുകൊണ്ട് പാരാമീറ്റർ ഡിഫറെൻ്റ് നമുക്ക് ഫംഗ്ഷൻ ഓവർലോഡിങ് എന്നുള്ളൊരു ഫീച്ചറുണ്ട്. അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം നെയിം തന്നെ മെത്തേഡ്സിന് കൊടുക്കാം എന്നുള്ളതും ഉണ്ട്. അപ്പോൾ ഇതാണ് എങ്ങനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കോഡെന്ന് പറയുന്നത്. സിമ്പിളായിട്ട് എഴുതി നോക്കാം. ഒബ്ജക്റ്റ് കോൾ ചെയ്തു, പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുത്തു.